നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശി ഹരി, തൃശൂർ കുറുമ്പിലാവ് സ്വദേശി പുളിപ്പറമ്പിൽ പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. മുന്തിരി കയറ്റി വന്ന ലോറിയിൽ നിന്നാണ് 35 ലിറ്ററിന്റെ 80 കന്നാസ് സ്പിരിറ്റ് പിടികൂടിയത്. ചേലക്കര MLA ആയി UR പ്രദീപും പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൌരവവും രാഹുൽ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന ബോട്ട് ഇടിച്ച് 2 ചീനവലകൾ തകർന്നു. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ഇടിക്കുകയായിരുന്നു. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അകമല ചാക്യാർകുന്ന് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. എറഞ്ഞിക്കളത്തിൽ ജയേഷിന്റെ പുരയിടത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നടക്കും. 15 വേദികളിലായാണ് നാളെ മത്സരങ്ങൾ. ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം പുരസ്കാരം JK മേനോന്. സാമൂഹിക ജീവകാരുണ്യ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് തൃശൂർ സ്വദേശിയും ABN കോർപ്പറേഷൻ ചെയർമാനുമായ JK മേനോന് പുരസ്കാരം സമ്മാനിച്ചത്. മഴക്കാലത്ത് റോഡിൽ രൂപപ്പെടുന്ന ഹൈഡ്രോ പ്ലാനിംഗ് പ്രതിഭാസത്തിൽ കരുതൽ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. മഴയുള്ള സമയങ്ങളിൽ വാഹനത്തിന്റെ വേഗത പരമാവധി കുറയ്ക്കണം. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഭേദഗതികൾ നിയമനിർമ്മാണങ്ങളിൽ നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഉത്രാളി പൂരം കോർഡിനേഷൻ കമ്മിറ്റി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മറികടക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തും. പുറഞ്ചാലിൽ നിന്നും വെള്ളമൊഴുകി 116 ഏക്കർ നെൽകൃഷി നശിച്ച വാരിയം കോൾപ്പടവ് KLDC ബോർഡംഗം AS കുട്ടി സന്ദർശിച്ചു. മനക്കൊടി പുള്ള റോഡ് ഉയർത്തി പുറഞ്ചാലിൽ നിന്നുള്ള വെള്ളം വാരിയം കോൾപ്പടവിലേക്ക് ഒഴുകി കൃഷി നശിക്കുന്നത് തടയാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് AS കുട്ടി. 3 മാസമായി വേതനവും ഇൻസെന്റീവും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ആശാ വർക്കർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണയെ തുടർന്ന് ആശാ വർക്കർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സങ്കട ഹർജി സമർപ്പിച്ചു. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘം നമ്പർ 853 കീഴിലുള്ള വടക്കേ പടവ് തെക്കേ പടവ് ബണ്ട് ഏതു നിമിഷവും തകരാവുന്ന നിലയിൽ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പലയിടത്തും ബണ്ടിന്റെ മുകളിലൂടെ വെള്ളം കവിഞ്ഞൊഴുകുകയാണ്. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായി. പോപ്പോൾ മെഴ്സി ഹോം അങ്കണത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ മത്സരങ്ങളുടെ ഉദ്ഘാടനം എങ്കക്കാട് BCW ടെന്നീസ് കോർട്ടിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ സ്വദേശികളുടെ UAE പ്രവാസ കൂട്ടായ്മയായ ഗുരുവായൂർ NRI ഫാമിലി മീറ്റ് നടന്നു. UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഷാർജ അൽ റാസി ഹാളിലായിരുന്നു ആഘോഷം. കൊടുങ്ങല്ലൂർ എറിയാട് വെള്ളക്കെട്ട് രൂക്ഷം. 3 വീടുകൾ തകർന്നു. പടിഞ്ഞാറേക്കൂട്ട് ചന്ദ്രൻ, എടച്ചാലിൽ ബിന്ദു, ചള്ളിയിൽ ബാബു എന്നിവരുടെ വീടുകളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഭാഗികമായി തകർന്നത്. കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ഹീറോ യങ്സ് കൂരിക്കുഴി 2ാം സ്ഥാനവും സ്റ്റാലിയൻസ് 3 പിടിക 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചിറ്റാട്ടുകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശിവപേരൂർ ശക്തൻ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും ഹിന്ദു ധർമ്മ പരിഷത്തും സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 മുതൽ 5 വരെ നടക്കുന്ന പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് മുന്നോടിയായി ഡോക്ടർ P. നാരായണൻകുട്ടി അനുസ്മരണവും സെമിനാറുകളും സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സോപാനത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡോക്ടർ EM സുരജ അനുസ്മരണ പ്രഭാഷണം നടത്തും.
കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ഹോം സ്റ്റേ സർവീസസ് വില്ല തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ഗുരുവായൂരിൽ നടക്കുന്ന ക്ലാസ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസ് ഉദ്ഘാടനം ചെയ്യും. ശക്തമായ മഴയിൽ മുതുവറയിൽ ഞാറുനടിയിൽ കഴിഞ്ഞ വയൽ വെള്ളത്തിൽ മുങ്ങി. മുതുവറ ചൂരക്കാട്ടുകര പടവിലെ മേമ്പള്ളിക്കടയിൽ ബണ്ട് തകർന്നതിനെ തുടർന്നാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. കൊച്ചിൻ ഹീറോസ് മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയുടെ സിൽവർ ജൂബിലി ആഘോഷവും മെഗാ ഷോ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. തൃശൂർ ടൗൺഹാളിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനം. പൂജ ബമ്പർ നറുക്കെടുത്തു. ഒന്നാം സമ്മാനമായ 12 കോടി JC 325526 എന്ന നമ്പർ ടിക്കറ്റിന്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിൽ നിന്നും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര സർക്കാരിന്റെ MSME മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂരിലെ സംസ്ഥാനതല ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന വെണ്ടർ ഡെവലപ്മെന്റ് പരിപാടിക്ക് തുടക്കമായി. അയ്യന്തോൾ ഓഫീസിൽ നടന്ന പരിപാടി സംസ്ഥാന പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ബോർഡ് ചെയർമാൻ K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി ജിയോളജി വകുപ്പ് റദ്ദാക്കി. മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി നൽകിയ കോടതി അലക്ഷ്യ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി നൽകിയ ഉത്തരവനുസരിച്ചാണ് ജിയോളജി വകുപ്പിന്റെ നടപടി. ദേശമംഗലം പഞ്ചായത്തിന് മുന്നിൽ NGO യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. ദേശമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ അയോഗ്യനാക്കപ്പെട്ട കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്തതിലും ആക്രമിച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് രൂപീകരിച്ച ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂരിൽ നടന്ന 8ാമത് എലൈറ്റ് മെൻ ആൻഡ് വുമൺ കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായി തൃശൂർ സ്വദേശിനി PR ധന്യ. മനക്കുടി സ്വദേശി പള്ളിപ്പുറത്തുകാരൻ രണദേവ് പ്രീതി ദമ്പതികളുടെ മകളാണ് ധന്യ. പാവറട്ടി പഞ്ചായത്തിലെ ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ ദുർഭരണത്തിനും ജനവഞ്ചനയ്ക്കുമെതിരെ വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസ സമരം. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കി 1.5 വയസ്സുകാരൻ. 100 വാഹനങ്ങളുടെ പേര് 4 മിനിറ്റിനുള്ളിൽ പറഞ്ഞാണ് ആന്റോൺ റെക്കോർഡ് കരസ്ഥമാക്കിയത്. എറവ സ്വദേശി താണിക്കൽ കോടങ്കണ്ടത്തെ വീട്ടിൽ ആൻസൺ അഞ്ചു ദമ്പതികളുടെ മകനാണ് ആന്റോൺ ആൻസൺ. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. താന്യം കാട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം താൽക്കാലിക ബണ്ട് എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി NS അയൂബ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.